Hello guys. So നമ്മൾ ഫൈനലി അങ്ങനെ മൈസൂർ ട്രിപ്പ് കഴിഞ്ഞ് അടുത്തൊരു കോളേജ് ട്രിപ്പിന് പോവാണ്. ഡാൻസ് ക്ലാസ് ആയിട്ടില്ല, ബട്ട് ദെൻ ഐ മിസ് ദം, ഭയങ്കരമായിട്ട് മിസ് ദം. പക്ഷേ സോ നമ്മൾ നാളെ 16th of January 2024 will be going to, who will be going? Me and my class department. നമ്മൾ ലാസ്റ്റ് ഡേ ഷോപ്പിംഗ് ആയിട്ട് ചിന്മ ആൻഡ് ഉഷീനായിട്ട് വന്നിട്ടുണ്ട്. ഉഷീൻ അവിടെ ഉണ്ട്. സോ ഉഷീൻ ആൻഡ് മീ സെയിം ക്ലാസ്സിലാണ്. സോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ട്രിപ്പ് പോവാണ്. ഫസ്റ്റ് ഡേ കൂർഗ് ഇല്ല ആണ്, ബട്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിലിറങ്ങി കൂർഗിൽ പോയി. കൂർഗിൽ നിന്ന് ചിക്കമംഗ്ലൂർ പോയി. ചിക്കമംഗ്ലൂരിൽ നിന്ന് വേലൂർ പോയി. വേലൂരിൽ നിന്ന് ബാംഗ്ലൂർ. ദാറ്റ്സ് എ ട്രിപ്പ്. ഗോവ ഒന്നുമില്ല. സോ നമ്മൾ ലാസ്റ്റ് ഡേ ട്രിപ്പ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ നിൽക്കുവാണ്. ഞാനിപ്പോൾ പോകുന്നത് അടുത്ത വർഷം ഈ സമയം പോകും. അതുകൊണ്ട് സീനില്ല. ഇങ്ങനെ കൂടെ കൂട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തേക്ക്. സോ എന്താ എന്നോട് പറയാനുള്ളത്? എനിക്ക് എന്താ നമ്മളോട് പറയാനുള്ളത്? എന്താണ് പറ. സൂക്ഷിച്ചൊക്കെ പോവുക, അവിടെ നിന്ന് ലേറ്റായിട്ട് മറ്റുള്ളവരും ലേറ്റ് ആക്കാണ്ടിരിക്കുക. പിന്നെ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരാം. എനിക്ക് മാത്രമല്ല, ഷോപ്പിംഗ് കൂടുതൽ കാണണമല്ലേ? അപ്പം ഐ നീഡ് സംതിങ് ഫ്രം ബാംഗ്ലൂർ. ഓക്കെ, ലെറ്റ് മീ തിങ്ക്. സോ നമുക്ക് കാണാം. നമ്മളിങ്ങനെ എന്താണ്, നമ്മൾ ജീൻസ് എടുക്കാൻ വേണ്ടി വന്നു. എന്ത് പോയാടെ എല്ലാവരും എന്തുവാണ് ഇതൊക്കെ? എൻ്റെ പറയാനുള്ള നാളെ ട്രിപ്പ് പോകുന്നത് അടിച്ച് പൊളിക്ക് മക്കളെ. കേരളത്തെ കുറിച്ച് ആലോചിക്കുകയല്ല. ഓക്കെ, പൊളിയല്ലേ? കേരളത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. പോവാണ് ഗൈസ്. എന്താ പറയാനുള്ള അമ്മ? മിസ് ചെയ്യോ? ഡെഫിനറ്റ്ലി. നന്നായി പോയി. ഇത്ര ആർട്ടിഫിഷ്യൽ ആവുന്ന നീ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിച്ചത് ആദ്യം. ഓക്കെ, വിളി വന്നോടെ. ചോടെടുക്കണം. കൈ വെക്ക. എന്തിനാ ഇത് വെക്കുന്നത്? എന്റെ കൈ മാത്രം കൊള്ളാവേ. ശരിക്കും ആദ്യത്തെ കൈ ഇച്ചിരി പൊക്കി വെക്കും, ബാക്കിയൊന്നും എനിക്കൊന്നും പറയാനില്ല. ഹാപ്പിയായിട്ട് നമുക്ക് പോയി വരാം. എന്താ പറയാനുള്ളത്? പറയുമോ? ഫ്രണ്ടാ. ഇതുപോലെ തിരിച്ചു കൊണ്ടുവന്ന മതി. വേറൊന്നും മാമിന് പറയാനില്ല. അടിച്ചു പൊളിച്ചിട്ടാ അത്ര ജീവനോടെ ഇങ്ങ് കൊണ്ടുവരാം. ഇനിയും പറയൂ. ലഗേജ് ഒക്കെ എവിടെ മാം? എന്റെ ലഗേജ് കേട്ടിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് പറയാനുണ്ട്? നമ്മൾ പോകുന്നു. പോയി സന്തോഷമായിട്ട് എല്ലാം എൻജോയ് ചെയ്തിട്ട് വരിക. പക്ഷെ മര്യാദ കുഴപ്പമൊന്നും കാണിക്കില്ല. പ്രത്യേകിച്ച് അഞ്ജന സാറിന് എന്തെങ്കിലും വാങ്ങണോ?
മദർ ഡയബറ്റിക് ആയതുകൊണ്ട് അതൊന്നും വേണ്ട. എന്റെ ഉടുപ്പിന്റെ സൈസ് 42. ഹബീബി എത്തി ഗൈസ്, ഹബീബി Okay, so wish you a happy journey. Bye. Thank you, sir. One more thing, the size of my shirt is 42. Bye, mummies. Bye. Bye. Let's go, guys. ഒരു സ്വർഗം ചമയ്ക്ക
നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. പക്ഷെ അതിന് മുന്നേ ഒരു സ്റ്റാർട്ടർ പോലെ നമ്മൾ എവിടെ ആലപ്പുഴ ബീച്ചിൽ എത്തിയിരിക്കുന്നു. നൈറ്റ് ടൈം ഇപ്പോൾ സമയം ഒരു 8 മണിയായി തോന്നുന്നു. സോ ഇവരെല്ലാവരും അവിടെ ഉണ്ട്. ഹായ് നെല്ലിക്ക നമ്മൾ ഗേൾസ് എല്ലാരും ഉണ്ട് അതില്. ഇല്ല, റിയ ഒക്കെ അപ്പുറത്തുണ്ട്, ശിവ ഒക്കെ അപ്പുറത്തുണ്ട്. നമ്മളിപ്പോ ബ്ലോഗിന്റെ മോൻസ് ഡൈൻ എന്ന് പറയുന്ന കടയിലാണ് നമ്മൾ. മോൻസ് ഡൈനിലാണ് നമ്മൾ പോണത്. 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാർ സൂപ്പർ ഫ്രഷ് ആണ്. ഇവിടുത്തെ ഫുഡ് മുഴുവൻ നമ്മൾ തീർക്കും. സൂപ്പർ ലൈറ്റ് ആയിട്ട് നമുക്ക് പോകാം. വിശക്കുന്നു ഗൈസ്. അഭിരാമിയുടെ ഫുഡും ഉണ്ട് നമുക്ക് കഴിക്കാൻ. അഭിരാമിയുടെ ഫുഡ് മൗനികയുടെ ചപ്പാത്തി ചിക്കൻ എല്ലാം ഉണ്ട് നമുക്ക് ഞാൻ പിടിക്കാം. അപ്പം അതാണ് നമുക്ക് പറയാനുള്ളത്. ആദിത്യ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുവാണ്. സാരില്ല ആദിത്യ. ഓക്കെ, നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ആദിത്യ സൂപ്പർ എസ്തെറ്റിക് കഫേയിലാണ് ഇരിക്കുന്നത്. ഡേ 1 ഡിന്നർ നമ്മൾ മൂൺസ് ഡൈനിലാണ് നമ്മൾ കഴിക്കുന്നത്. വലിയൊരു മൂണുണ്ട് അവിടെ. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അതാണ് ഈ കടയുടെ മെയിൻ സ്പെഷ്യാലിറ്റി. മൂൺസ് ഡൈനിലിരുന്ന് നമുക്ക് മൂൺ കാണാൻ പറ്റും. അതാണ് മെയിൻ ഹൈലൈറ്റ്. സൂപ്പർ മൂണാണ്. മൂൺസ് ഡൈനിൽ ഈ മൂൺ പോലെയാണ്. ഈ മൂൺ പോലെ ഇത് ശരിക്കും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, സാരമില്ല. നമ്മൾ ഗാർലിക് ചിക്കൻ ഓർഡർ ചെയ്തു, ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്ത്, 8 ചപ്പാത്തി ഓർഡർ ചെയ്ത്, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത്, ഗാർലിക് ബിരിയാണി ഓർഡർ ചെയ്ത്, മന്തി ഓർഡർ ചെയ്ത്, പൊറോട്ട ചെയ്ത്, അൽഫാം ഓർഡർ ചെയ്ത്, ഷവായ ഓർഡർ അപ്പുറത്തെ സൈഡിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അവിടെങ്ങോട്ടും പിടിയടി. ഇവിടെ വെച്ചിട്ടോളാം. നമ്മൾ മൂൺസ് ഡൈനിൽ വന്നു. ഇതൊക്കെ അവര് പറഞ്ഞു കാണണം. ആണോ? നല്ല വെള്ളം ഉറപ്പാണോ? എടാ, അത് ക്ലോറിൻ ചേർക്കത്തെ വെള്ളമാണ്ട. ക്ലോറിൻ ചേർക്കത്തെ വെള്ളമാണ്ട. അതാണ് മറ്റേ അങ്ങനെയാ ചെയ്ത. ഓ ഹായ്. എടാ ആടാ നമുക്ക് ഇതെന്തിനാ നമ്മുടെ ടയർ പഞ്ചറായി. പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് വ്ളോഗിന്റെ ആവശ്യമില്ല. ഇവരെ കയറ്റി എടുത്തിട്ടുണ്ട്. ഇതാണ് ധ്രുവൻ സന്തോഷ്. എന്താ പറയുക, ടയറൊക്കെ പഞ്ചറായി. കാർത്തിക് ഏത് ബസ്സിൽ കയറിയാലും വണ്ടിയുടെ ടയർ പഞ്ചറാവും. അത് അതേപോലെ നടന്നതാ. അപ്പർ സൈഡ് ഭയങ്കര പണി കിടക്കുവാണ്. നമ്മളിവിടെ റെസ്റ്റ്. അടിപൊളി അടിപൊളി. എന്നെ കൂടെ ഒരു ജാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. അതാണ് എന്റെ ചെറിയ അടുത്ത വർഷം
സമയം 54 ആയി. ഗായ്സ് സമയം ഇപ്പോൾ പിന്നെ 11:26 ഇതുവരെ നമ്മുടെ ഒന്നും ആയില്ലത്. അവിടെ ലൈറ്റ് ഒക്കെ എഴുപ്പുണ്ട്. ഗൈസ് നമ്മളിപ്പോ ഏതൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിവാരം സ്ഥലം. ഇതുവരെ കേരളം കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ മൗണ്ടേനിയസ് റീജിയൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ 6 മണിക്ക് കഴിഞ്ഞു. നമ്മൾ ഏതൊരു സ്ഥലമാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കോഴിക്കോട് എത്തി ഗായ്സ്. കോഴിക്കോട് ഫൈനലി. ഇതെങ്ങനെ എത്തുന്നില്ലല്ലോ ഇത്ര നേരം. എത്ര മണിയായി ഗായ്സ്? എത്ര മണിയായി ഗായ്സ്? സമയം ഇപ്പം 7:17 ആയിരിക്കുന്നു. എങ്ങും എത്തിയില്ലേ ഇതുവരെ. ചായ വാങ്ങിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോവാ. പക്ഷെ അവിടെ എങ്ങനെ ചായക്കടയില്ല. എന്നാലും പോയിട്ട് വരട്ടല്ലേ പിള്ളേര്, ആഗ്രഹിച്ചൊക്കെ പോകുന്നതല്ലേ. ഞാൻ ഭയങ്കര കള്ളുകൂടിയന്മാരെ പറഞ്ഞു സംസാരിക്കുക. ഓ വാ, നമ്മളെ പോലെയാണല്ലോ. കാണിക്കുന്നത് 9 മണി കഴിഞ്ഞു. സമയം തെറ്റ്, നമ്മുടെ സമയം മോശമാണ്. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബുഫേ ആയിരുന്നു. ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു. സൺകിസ്ഡാണ് ഇവിടെ. സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. വയനാട് കൗണ്ട് എടുക്കുന്നത്. സോ വയനാട് സെറ്റ് ആണ്. വയനാട് സൂപ്പർ ബ്ലോഗ്. ഹലോ ഗായ്സ്, നമ്മൾ വയനാടിൽ നിന്ന് ഇതുവരെ പല്ല് വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അടുത്ത സെക്കൻഡ് പാർട്ട്